ഹായ് മക്കളെ, നിങ്ങൾ എല്ലാവരും തന്നെ +1 ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ പോലും തന്നെ ഓരോ സ്കൂളുകളിലും ഓരോ വിധത്തിലാണ് എക്സാംസ് നടത്തുന്നുണ്ടായിരിക്കുക, ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. പക്ഷേ +1 കെമിസ്ട്രിയിൽ ഏത് ദിവസം നിങ്ങൾക്ക് ഇനിയുള്ള ഏത് ദിവസം എക്സാം നടത്തിയാൽ പോലും കിടിലനായിട്ട് മുഴുവൻ മാർക്കും നേടാൻ പറ്റുന്ന വിധത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു റിവിഷനുമായിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം, അതായത് നോക്കിക്കേ, ഓഗസ്റ്റ് 18-ാം തീയതി ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ വരുന്നുണ്ട്. പ്രധാനമായും എല്ലാ സ്കൂളുകളിലും +1 കെമിസ്ട്രിയിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയും സ്ട്രക്ചർ ഓഫ് ആറ്റും. ഈ 2 ചാപ്റ്ററുമാണ് നമ്മൾ ഇന്ന് വൈകുന്നേരങ്ങളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റും ബേസിക് കൺസെപ്റ്റും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് തീർന്നിരിക്കുകയാണ്. അതിൽ നിന്ന് വരാവുന്ന പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു ലൈവായിരിക്കും. സൂപ്പർ 60 എന്ന് പറയുന്ന എണ്ണിപ്പെറുക്കി എടുത്തിരിക്കുന്ന 60 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും പഠിച്ച് തീർത്തു എന്ന് തന്നെയാണ്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏത് ചോദ്യ പേപ്പറിൽ ഏതൊരു ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. ഇന്നത്തെ വൈകുന്നേരത്തുള്ള ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. ലൈവിന്റെ ലിങ്ക് താഴെയുണ്ട്, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ലൈവ് കയറുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ലൈക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിരിക്കും, ഗംഭീരമാക്കാൻ നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച് സെറ്റാക്കിയ ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. +1 കെമിസ്ട്രിയിലോ ബേസിക് കൺസെപ്റ്റ് കെമിസ്ട്രി സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന 2 ചാപ്റ്ററിൽ ഏതൊക്കെ സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, കൃത്യമായി പഠിച്ചു തീർത്ത്. ഇത് നിങ്ങൾ ഏത് പഠിച്ചില്ലെങ്കിൽ ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് ഏതൊക്കെയാണ്? ഒന്നാമത് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായി നിങ്ങൾ മാറ്ററിനെ കുറിച്ച് പഠിച്ചിരിക്കണം, മാറ്ററിന്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചിരിക്കണം, അതിന് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് 5 ലോസ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 5 ലോസ് സയന്റിസ്റ്റ് പേര് പഠിക്കണം, സ്റ്റേറ്റ്മെന്റ് പഠിക്കണം, അതിന്റെ എക്സാമ്പിൾസ് സഹിതം ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. റെഡി? ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയിൽ 6 പോയിന്റ് ഉണ്ട്. 6 പോയിന്റും കൃത്യമായി പഠിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് അതിൽ നിന്ന് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അറ്റോമിക് മാസം മോളിക്കുലർ മാസം എന്നെന്ന് മനസ്സിലാക്കിയാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, മനസ്സിലാക്കുക മാത്രമാണ് ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത്. മോൾ കൺസെപ്റ്റ് എന്താണെന്ന് 10ാം ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ അടിത്തറ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വിധത്തിൽ ഞാനും മോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം പല പ്രോബ്ലങ്ങൾ ചെയ്യുന്ന ഭാഗങ്ങൾക്കിടയ്ക്ക് വരുന്ന ഒരു സംഭവമാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ, ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ഓരോ എലമെന്റുകളുടെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് വരെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതിന് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതിൽ നിന്നും പോകുന്നതാണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും. ഒരു കോമ്പൗണ്ടിൽ ഉള്ള എലമെന്റുകൾ ഏതൊക്കെയാണ് എന്നും അവരുടെ മാസ് പെർസെൻറ്റേജും തന്നാൽ നിങ്ങൾക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. എംപിരിക്കൽ ഫോർമുല എന്താണ്, മോളിക്കുലർ ഫോർമുല എന്താണ് എന്ന ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് 1 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ലിമിറ്റഡ് റീജിയൻ വൃത്തിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കാൻ നമ്മൾ എല്ലാവരും തന്നെ ലിമിറ്റഡ് റീജിയനുമായി ബന്ധപ്പെട്ട ചോദ്യം തരണം. ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇത്ര ഗ്രാം റിയാക്ടൻസ് ഉണ്ട് എങ്കിൽ എത്ര പ്രൊഡക്റ്റ് കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലെ ലിമിറ്റഡ് റീജിയന്റ് ആരാണെന്ന് കണ്ടുപിടിക്കണം. ലിമിറ്റഡ് റീജിയന്റെ ഡെഫിനിഷൻ ചോദിക്കും, ഉറപ്പാണ്. അത് നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ സെറ്റാക്കാൻ പോവുകയാണ്. റിയാക്ഷൻസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കോൺസെൻട്രേഷൻ ടേമുകളാണ് മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്. ഇതാണ് +1 കെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനമായി പഠിക്കുന്ന കോൺസെൻട്രേഷൻ ടേംസ്. അതിൽ നിന്ന് പരമാവധി ചോദ്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും 7 മണിക്ക്. ഓക്കെ അല്ലേ? സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു ചാപ്റ്ററാണ്, വളരെ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. ഈ 2 ചാപ്റ്റർ മാത്രമേ നിങ്ങൾക്ക് സ്കൂളുകളിൽ എക്സാംസിനുള്ളൂ എങ്കിൽ പോലും തന്നെ 60 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഒരു 35-ന് മുകളിൽ മാർക്ക് ഉറപ്പായും സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു പക്ഷേ ബേസിക് കൺസെപ്റ്റ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം ഈ 2 ചാപ്റ്ററുകൾക്കാൾ അപ്പുറത്ത് കൂടുതൽ ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്കൂളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ച് സെറ്റാക്കുക. ഇപ്പോൾ ഈ ഓണപരീക്ഷയ്ക്ക് നമ്മൾ ഈ 2 ചാപ്റ്ററുമാണ് സെറ്റാക്കുന്നത്. കാരണം ഭൂരിഭാഗം സ്കൂളുകളിലും ഈ 2 ചാപ്റ്ററും ഉറപ്പായും എക്സാമിന് ഉണ്ട്. അതിനാലാണ് ഈ 2 ചാപ്റ്ററിൽ മാത്രം നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സബ് അറ്റോമിക് പാർട്ടിക്കൽസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കൽ. ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്, ആറ്റത്തിനകത്ത് വേറെ പാർട്ടിക്കൽസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആറ്റം ഡിവിസിബിൾ ആണെന്നും ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലെയുള്ള സബ് അറ്റോമിക് പാർട്ടിക്കൽസ് ഉണ്ട് എന്നും അതിന്റെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. കാഥോഡ് റേ ഡിസ്ചാർജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാഥോഡ് റേസിന്റെയും കനാൽ റേസിന്റെയും പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാവരും നോക്കി വെച്ചിരിക്കണം. ഇലക്ട്രോണിന്റെ മാസ്, ഇലക്ട്രോണിന്റെ ചാർജ്, അതെല്ലാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. അതൊന്നും ക്വസ്റ്റിന് തരില്ല. ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ് എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ കുറച്ച് എലമെന്റ്സ് തന്നിട്ട് അതിൽ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്, ഐസോബാർ ഏതൊക്കെയാണ്, ഐസോട്ടോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഈ 2 കാര്യങ്ങളിൽ നിന്നും നമ്മൾ നേരെ കടക്കുന്നത് അറ്റോമിക് മോഡലിലോട്ടാണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായി പഠിക്കുന്നത് ഒരു ആറ്റത്തിന്റെ മോഡൽ എങ്ങനെയാണെന്നുള്ളത്. ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഈ ആറ്റത്തിനകത്ത് എങ്ങനെയാണ് എന്ന് പറയുന്നതാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മുടെ ജെ തോംസൺ ആണ് ആദ്യമായിട്ട് ആറ്റത്തിന്റെ മോഡലിനെ കുറിച്ച് പറയുന്നത്. പ്ലം പുഡിംഗ് മോഡൽ അഥവാ വാട്ടർമെലൻ മോഡൽ. ആ മോഡലിന്റെ പേര് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രധാനമായ 2 ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അതിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞിരിക്കണം. വളരെ മണ്ടത്തരമായതുകൊണ്ട് അത് കണ്ടുപിടുത്തമുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ഓവർകം ചെയ്ത് കൊണ്ടുവരുന്ന മറ്റൊരു, അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യം ജെ തോംസൺ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണെന്ന് പറഞ്ഞ് തെളിയിക്കുന്നത് ആരാണ്?
നമ്മുടെ റൂദർഫോർഡാണ്. റൂദർഫോർഡ് ചുമ്മാ ചായക്കടയിൽ ഇരുന്നിട്ട് അയ്യേ ആ തോമാച്ചൻ പറയുന്നതൊക്കെ തെറ്റാ എന്ന് പറയുന്നതാണോ? അല്ല, മറിച്ച് എക്സ്പെരിമെൻറ്റിലൂടെയാണ്, സയൻറ്റിഫിക് എവിഡൻസിലൂടെയാണ് അത് തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ് തെറ്റ് എന്ന് പറയുന്നത്? റൂദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് അഥവാ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ അപ്പാരറ്റസും മറ്റ് കാര്യങ്ങളും സെറ്റപ്പ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒബ്സർവേഷൻ 3 പോയിന്റ് ഉണ്ട്, കൺക്ലൂഷൻസ് 3 പോയിന്റ് ഉണ്ട്, അറ്റോമിക് മോഡൽ 3 പോയിന്റ് ഉണ്ട്, അതിൽ ലിമിറ്റേഷൻസ് 2 പോയിന്റ് ഉണ്ട്. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയാൻ സാധിച്ചില്ല, ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് സെക്ഷനെ കുറിച്ച് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഇതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ റൂദർഫോർഡ് പറഞ്ഞ ഒരുപാട് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റൊക്കെ അദ്ദേഹമാണ് കൊണ്ടുവന്നത് അല്ലേ. അതിനുശേഷം ആറ്റത്തിനെ മൊത്തം മാസം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആറ്റത്തിൻ്റെ സെൻട്രൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം തന്നെ. അത് ഇതുവരെ തെറ്റായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് പറയാൻ പറ്റാതെ പോയ കാര്യങ്ങൾ, ആറ്റം സ്റ്റേബിൾ ആണ് എന്നത് ശരിയാണ്, പക്ഷേ അത് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത് നമ്മുടെ റൂദർഫോർഡിന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇലക്ട്രോണുകളെല്ലാം എങ്ങനെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഉള്ളത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ആരാണ് വരുന്നത്? ബോർ മോഡലാണ്. ബോർ മോഡൽ എന്ന് ആക്ച്വലി പറയുന്നത്, ബോർ ഒരു എന്താ പറയുക, ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ സഹായത്തോടു കൂടെയൊക്കെയാണ് ബോർ അറ്റോമിക് മോഡൽ പറയുന്നത്. പക്ഷേ റൂദർഫോർഡിന് പറയാൻ പറ്റാതെ പോയ ഒരു കാര്യം, ബോർ മോഡൽ എങ്ങനെയാണ് പറയുന്നത്? റൂദർഫോർഡ് മോഡലിന് ശേഷം ഈ ബോർ മോഡൽ പറയുന്നതിന് ഇടയ്ക്കുള്ള കാലയളവിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റൂദർഫോർഡ് അറ്റോമിക് മോഡൽ പ്രസന്റ് ചെയ്തതിനു ശേഷം ഉള്ള വർഷങ്ങളിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, അങ്ങനെ അതേപോലെ ഹൈഡ്രജൻ സ്പെക്ട്രം. ഇതിൻ്റെ എല്ലാം തന്നെ കണ്ടുപിടുത്തങ്ങളുടെ സഹായത്തോടു കൂടെ തന്നെ നമ്മളുടെ ഇലക്ട്രോണുകൾക്ക് പാർട്ടിക്കൽ നേച്ചർ മാത്രമല്ല വേവ് നേച്ചർ കൂടിയുണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുകയും, വേവിന് പാർട്ടിക്കൽ നേച്ചർ കൂടെ ഉണ്ട് എന്നുള്ളത്. ഈ ഡുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് കേട്ടോ, ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ അല്ല. ഞാൻ പറഞ്ഞത് ചെറിയ തിരുത്തുണ്ട്. എന്താണ്? വേവിന് ഇരട്ട സ്വഭാവമുണ്ട്, വേവിന് വേവ് ക്യാരക്ടറുമുണ്ട്, അതിന് പാർട്ടിക്കൽ നേച്ചർ കൂടിയുണ്ട്. വേവിൻ്റെ പാർട്ടിക്കൽ നേച്ചർ വെച്ചുകൊണ്ടൊക്കെ പറയുന്നതാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഹൈഡ്രജൻ സ്പെക്ട്രം, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ. ഇവിടെ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന കുറേ കണ്ടുപിടുത്തങ്ങളുടെ റിസൾട്ട് എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കി അറിവനുസരിച്ച് കൊണ്ടാണ് ബോർ മോഡൽ തൻ്റെ മോഡൽ പ്രസന്റ് ചെയ്യുന്നത്. അവിടെ ഒരു 6-7 പോയിന്റ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബോർ മോഡലിന് ശേഷം നമുക്ക് അവസാനം പഠിക്കാനുള്ളത് ബോർ മോഡലിലെ ലിമിറ്റേഷൻസ് ആണ്. ബോർ മോഡലിലെ ലിമിറ്റേഷൻസ് നമ്മൾ പറയുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഹൈഡ്രജൻ സ്പെക്ട്രത്തെക്കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമുള്ള സ്പീഷീസിനെ കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ, വേറെ ആറ്റങ്ങളെ കുറിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ആറ്റംസ് കമ്പൈൻ ചെയ്ത് കെമിക്കൽ ബോണ്ട് വഴി എങ്ങനെയാണ് മോളിക്യൂൾ ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കാണുന്ന ഈ ഓരോ ലൈനുകളും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിൽ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അഥവാ സ്റ്റാർക്ക് എഫക്റ്റ്, സീമാൻ എഫക്റ്റ് നോക്കി വെച്ചോ. സ്റ്റാർക്ക് എഫക്റ്റ്, സീമാൻ എഫക്റ്റ് ബോർ മോഡലിലെ ലിമിറ്റേഷൻസിൻ്റെ ഭാഗത്ത് നോക്കുക, ടെക്സ്റ്റിൽ ആ ഭാഗത്തുണ്ട്. സ്റ്റാർക്ക് എഫക്റ്റ് എന്താണ്, സീമാൻ എഫക്റ്റ് എന്താണെന്നൊക്കെ ചോദിച്ചേക്കാം. മാത്രമല്ല ബോർ മോഡല് ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്ററും, അതായത് മാറ്ററിൻ്റെ ഡുവൽ ബിഹേവിയറും ഹെയ്സൻബർഗിൻ്റെ അൺസൗണ്ട് പ്രിൻസിപ്പിളും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൂടെ പരിഗണിച്ചാൽ ചെറിയ മാറ്റങ്ങളൊക്കെ അതിൽ വലിയ രീതിക്ക് ഒരു മാറ്റം ഉണ്ടായിരിക്കും. ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്ററും ഹെയ്സൻബർഗിൻ്റെ അൺസൗണ്ട് പ്രിൻസിപ്പിളും കൂടെ പരിഗണിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പുതിയ മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഷോഡിഞ്ചർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും നമ്മളുടെ ഹൈസൻബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ Hψ എന്ന് പറയുന്ന ഷോഡിഞ്ചർ ഇക്വേഷനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. H ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, സൈ എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ആണ്, ഇ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ദ സിസ്റ്റം ആണ്. H ക്യാപ്പാണ് കേട്ടോ. Hψ E എന്ന് പറയുന്ന ഇക്വേഷൻ, ഇത് ഷോഡിഞ്ചർ ഇക്വേഷൻ, 1 മാർക്കിൻ്റെ ചോദ്യമാണ് ഷോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷോഡിഞ്ചറിൻ്റെ വക ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷനാണ് ഷോഡിഞ്ചർ ഇക്വേഷൻ. ഹൈസൻബർഗിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഹൈസൻബർഗ് അൺസൗണ്ട് പ്രിൻസിപ്പിൾ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോണെ കൃത്യമായി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോണെ കാണാൻ സാധ്യത കൂടുതലുള്ള റീജിയൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ ഇലക്ട്രോണെ കാണാൻ സാധ്യത കൂടുതലുള്ള റീജിയനെ പറയുന്ന പേരാണ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറയുകയാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഒരു ആറ്റത്തിനകത്തുള്ള എത്ര ഇലക്ട്രോണുകളാണെങ്കിൽ ശരി, ഓരോ ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഒരു ഇലക്ട്രോണിൻ്റെ 4 ക്വാണ്ടം നമ്പർ മറ്റൊരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കില്ല. ഒരു ഇലക്ട്രോണിൻ്റെ 4 ക്വാണ്ടം നമ്പറിനെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ ആ ഇലക്ട്രോണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സാണ് ക്വാണ്ടം നമ്പർ എന്നൊക്കെ പറയുന്ന ഭാഗമാണ് ആ ഭാഗം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ നമ്മൾ ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലുള്ള റീജിയനാണ് എന്താണ് S, P, A, D, A, F എന്ന് പറയുന്ന ഓർബിറ്റൽസ് എല്ലാം തന്നെ. ഇലക്ട്രോണിനെ കാണാൻ സാധ്യത ഒട്ടുമില്ലാത്ത റീജിയനെ പറയുന്ന പേരാണ് നോഡ്സ്. ആംഗുലാർ നോഡുണ്ട്, നോഡുണ്ട്, ആംഗുലാർ നോഡുണ്ട്, റേഡിയൽ നോഡുണ്ട്. ഈ 2 നോഡുകളും കണ്ടെത്താനുള്ള ഇക്വേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും. എസിൻ്റെയും പിൻ്റെയും ഡിൻ്റെയും ഷേപ്പ് വരയ്ക്കാൻ ചോദിക്കും. S ഓർബിറ്റിലും P ഓർബിറ്റിലും D ഓർബിറ്റിലും ഷേപ്പ് വരയ്ക്കാനായിട്ട് ചോദിക്കും. ഇലക്ട്രോൺ ഫില്ലിംഗ് പറയേണ്ടതുണ്ട്. ഇലക്ട്രോണുകളെല്ലാം തന്നെ ഈ ആറ്റത്തിനകത്ത് ഫില്ലാകുന്ന ചുമ്മാ കയറി ചറവറ എന്ന് കയറിയിരിക്കുകയല്ല. ഓഫ് പ്രിൻസിപ്പിളുടെയും പോളി സബ്സ്ക്രിപ്ഷൻ പ്രിൻസിപ്പിളുടെയും ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്ന ഈ 3 റൂൾസും ഒബേ ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് ഉണ്ടാകുന്നത്. കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും എക്സെപ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. N+ റൂൾ അറിഞ്ഞിരിക്കണം.
ഇതൊക്കെ എന്താണ് സാർ എന്ന് ചോദിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ ചാപ്റ്ററിൻ്റെ എല്ലാം റിവിഷൻ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് വേഗത്തിലൊന്ന് നോക്കുക. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് ക്ലാസ്സിൽ വരിക. ഓരോ ടോപ്പിക്സും പറയുന്നതനുസരിച്ച്, ഓരോ ക്വസ്റ്റിനും പറയുന്നതനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട പരമാവധി ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടായിരിക്കുക. ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ നിങ്ങൾ എല്ലാവരും കാണാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കയറി ലൈക്ക് ചെയ്ത് നോട്ടിഫൈ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങളെല്ലാവരും സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കേണ്ടത്. ഇത് സെറ്റാണെങ്കിൽ 2 ചാപ്റ്റർ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ക്ലാസ്സുകൾ തന്നിരിക്കുന്നത്. അതിൽ ചോദ്യങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ 60 എന്ന് പറയുന്ന ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.